റവാത്തിബ് സുന്നത്തിന് സമയമുണ്ട്. സമയം നിശ്ചയിക്കപ്പെട്ട നിസ്കാരാണ് റവാത്തിബ് സുന്നത്തുകൾ. ഇപ്പൊ ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, റവാത്തിബ് സുന്നത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ ആ നിസ്കാരത്തിന്റെ, ഇപ്പൊ ദുഹറിന്റെ മുമ്പുള്ള റവാത്തിബാണെങ്കിൽ എപ്പോഴാണോ ദുഹറിന്റെ സമയമാകുന്നത് ആ ദുഹറിന്റെ സമയമായത് മുതൽ ആ ദുഹർ നിസ്കരിക്കുന്നത് വരെയാണ് എന്തിന്റെ സമയം? റവാത്തിബ് സുന്നത്തിന്റെ സമയം. ദുഹറിന് മുമ്പുള്ള റവാത്തിബ് സുന്നത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ, ഇനി ദുഹറിന് ശേഷമുള്ള റവാത്തിബ് സുന്നത്താണെങ്കിൽ, ഉദാഹരണത്തിന് ദുഹറിന് ശേഷമുള്ള 4 റക്കാത്ത്, അതിന്റെ സമയം ആരംഭിക്കുന്നത് നമ്മൾ ദുഹർ നിസ്കരിച്ചത് മുതൽ ആ ദുഹറിന്റെ സമയം അവസാനിക്കുന്ന വരെയാണ്. അപ്പൊ അസർ ബാങ്ക് കൊടുക്കുന്നവരെ എന്ത് ചെയ്യാം? ഒരാൾക്ക് ദുഹറിന് ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാം. അപ്പൊ മുമ്പുള്ള സുന്നത്തിന്റെ സമയം ആ നിസ്കാരത്തിന്റെ സമയമായത് മുതൽ ആ നിസ്കാരം നിർവഹിക്കുന്നത് വരെ, ശേഷമുള്ള സുന്നത്തിന്റെ സമയം ആ നിസ്കാരം നിർവഹിച്ച് കഴിഞ്ഞത് മുതൽ അടുത്ത നിസ്കാരത്തിന്റെ സമയമാകുന്നത് വരെ എന്നുള്ളതാണ്. അപ്പൊ അതിനു മുമ്പ് ഒരാൾ റവാത്തിബ് നിസ്കരിച്ചാൽ, സമയമാകുന്നതിന് മുമ്പ് റവാത്തിബ് നിസ്കരിച്ചാൽ അതെന്തായിട്ട് പരിഗണിക്കൂല? റവാത്തിബായിട്ട് പരിഗണിക്കൂല. ഇപ്പൊ 12:27 ദുഹർ ബാങ്ക് എന്ന് വിചാരിക്കുക. 12:27 ദുഹർ. ഒരാൾ 12:15 വന്നിട്ട് എന്ത് ചെയ്തു? റവാത്തിബ് നിസ്കരിച്ചു, 2 റക്കാത്ത് നിസ്കരിച്ചു റവാത്തിബ് എന്നുള്ള നിയ്യത്തിൽ. അത് റവാത്തിബായിട്ട് പരിഗണിക്കോ? പരിഗണിക്കൂല. കാരണം എന്താണ്? ദുഹറിന്റെ സമയമായിട്ടില്ല. ദുഹറിന് സമയമാകാൻ ഇനിയുണ്ട്. അപ്പൊ സമയമാകുന്നതിന് മുമ്പാണ് അയാൾ നിസ്കരിച്ചത്. അപ്പൊ അത് റവാത്തിബായിട്ട് പരിഗണിക്കുകയില്ല. ഇനി ശേഷമുള്ളതാണെങ്കിലും അടുത്ത നിസ്കാരം വരെയാണ് അതിന്റെ സമയം. ആ സമയമായി കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യാൻ പറ്റൂല? റവാത്തിബ് നിസ്കരിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഒരാൾക്ക് ഇളവ് കാരണം എന്ത് ചെയ്തു? റവാത്തിബ് സുന്നത്ത് നഷ്ടപ്പെട്ടു. അയാൾക്ക് ആ റവാത്തിബ് സുന്നത്ത് മടക്കി നിർവഹിക്കാൻ പറ്റുമോ? മടക്കി നിർവഹിക്കല്ല, വീട്ടിൽ നിർവഹിക്കാൻ പറ്റുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒരാള് ദുഹറിന് മുമ്പ് അയാൾ എന്തായി? ഉറങ്ങിപ്പോയി. നിസ്കാരം 12:45. മൂപ്പര് പള്ളിക്ക് എത്തിയപ്പോൾ തന്നെ 12:45. പിന്നെ മൂപ്പർക്ക് നിസ്കരിക്കാൻ സമയമില്ല. അപ്പൊ അയാൾക്ക് ആ നിസ്കാരം ദുഹറിന് ശേഷം നിർവഹിക്കാൻ പറ്റുമോ? സ്ഥിരമായിട്ടാണെങ്കിൽ പറ്റും. പിന്നെ സ്ഥിരമായിട്ടല്ലെങ്കിലോ? റവാത്തിബ് സുന്നത്ത് എന്തെങ്കിലും ഇളവ് കാരണമാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എങ്കിൽ എന്ത് ചെയ്യാം? നമുക്കത് വീട്ടിൽ നിർവഹിക്കാം എന്നതാണ് ശരിയായ അഭിപ്രായം. പണ്ഡിതന്മാർക്ക് ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല ഈ വിഷയത്തിൽ പറയുന്ന കുറച്ച് തെളിവുകളുണ്ട്. റവാത്തിബ് സുന്നത്ത് ഇളവ് കാരണം നഷ്ടപ്പെട്ടാൽ അവർക്ക് അതിന്റെ സമയം കഴിഞ്ഞാലും വീണ്ടും നിർവഹിക്കാം എന്നതിന് തെളിവായിട്ട് ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാർ യാത്രയിലാണ്. അപ്പോൾ ഫജറിന്റെ സമയത്ത് ഉറങ്ങിപ്പോയി. നബി സ്വഹാബിമാർ ഒരു യാത്രയിൽ ഉറങ്ങിപ്പോയല്ലോ. ഉറങ്ങിപ്പോയി സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? അവർ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ആ എഴുന്നേറ്റ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം നിസ്കരിച്ചത് എന്താണ്? ഫജറിന്റെ മുമ്പുള്ള 2 റക്കാത്ത് സുന്നത്താണ് നിസ്കരിച്ചത്. പിന്നെയാണ് എന്ത് നിസ്കരിച്ചത്? ഫജർ നിസ്കരിച്ചത്. അപ്പൊ അവിടെ ഫജറിന് മുമ്പുള്ള സുന്നത്തിന് സമയം കഴിഞ്ഞിട്ടുണ്ട്. സൂര്യൻ ഇല്ല, ഫജറിന്റെ മുമ്പുള്ള സുന്നത്തിന് സമയം ഏതുവരെ ആയിരിക്കും? ഫജറിന്റെ സമയം അവസാനിക്കുന്നവരെയാണ്. ഫജറിന്റെ സമയം അവസാനിച്ചിട്ടുണ്ട്. എന്നാൽ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റപ്പോൾ എന്താ ചെയ്തത്? ആദ്യം ഫജറിന് മുമ്പുള്ള 2 റക്കാത്ത് നിസ്കരിച്ചത്, പിന്നെയാണ് ഫജർ നിസ്കരിച്ചത്. അപ്പോൾ ഒരാൾക്ക് ഇളവ് കാരണമാണ് ഒരു റവാത്തിബ് സുന്നത്ത് നഷ്ടപ്പെട്ടത് എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? അത് വീട്ടിൽ നിർവഹിക്കാം എന്നതിന് ഒരു തെളിവാണ് അത്. വേറൊന്ന്, നമ്മുടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ളുഹറിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില തിരക്കുകൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ളുഹറിന്റെ ശേഷമുള്ള സുന്നത്ത് ഇതിൽ നിസ്കരിക്കാൻ പറ്റിയില്ല. ഫഖദാഹുമാ ബഅദ സ്വലാത്തിൽ അസ്രി. ആ സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴാണ് നിർവഹിച്ചത്? ബഅദ സ്വലാത്തിൽ അസ്രി. അസ്ർ നിസ്കാരത്തിന് ശേഷമാണ് ആ സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിർവഹിച്ചത് എന്നാണ്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഒരു തെളിവ്. അവിടെ നബിക്ക് തിരക്ക് വന്നു, നബിക്ക് ആ നിസ്കാരം നിർവഹിക്കാൻ പറ്റിയില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ അസറിന് ശേഷമാണ് വീട്ടിൽ നിർവഹിക്കുന്നത്. അപ്പൊ ഈ 2 സംഭവങ്ങൾ എന്തിനുള്ള തെളിവാണ്? ഒരാൾക്ക് റവാത്തിബ് സുന്നത്ത് ഇളവ് കാരണം നഷ്ടപ്പെട്ടാൽ അവർക്കത് വീട്ടിൽ നിർവഹിക്കാം എന്നതിനുള്ള തെളിവാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നാമ അൻ സ്വലാത്തിൻ ഔ നസിയഹാ ഫൽയുസല്ലിഹാ ഇദാ ദക്കറഹാ. ഒരാള് ഒരു നിസ്കാരത്തിന് സമയത്ത് ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ അയാൾ മറന്നുപോയി, അതോടുകൂടി ആ നിസ്കാരം ഒഴിവാക്കണം എന്നാണോ? അല്ല. എപ്പോഴാണോ അയാൾ എഴുന്നേൽക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ അയാൾക്ക് ഓർമ്മ വരുന്നത്, ആ സമയത്ത് എന്ത് ചെയ്യണം? അയാൾ നിസ്കാരം നിർവഹിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.
അപ്പൊ അവിടെ ഫർള് നിസ്കാരം എന്നൊരു ഉപാധി ആര് വെച്ചിട്ടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചിട്ടില്ല. ഹദീസിൽ വന്നത് അൻ സ്വലാത്തിൻ, ഒരു നിസ്കാരത്തെ തൊട്ട് ഒരാൾ ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ ഒരാൾ മറന്നുപോയി എന്നാണ്. അപ്പൊ അവിടെ നിരുപാധികമുള്ള ഒരു പ്രയോഗമാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ ഫർദും പെട്ടു, സുന്നത്തും പെട്ടു. അപ്പോൾ സുന്നത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിലും ഇങ്ങനെ ഒരു ഉറക്കമോ അല്ലെങ്കിൽ മറവിയോ ഒക്കെ സംഭവിച്ചാൽ അവർക്കും അത് വീട്ടിൽ നിർവഹിക്കാം എന്നാണ് ഈ വിഷയത്തിലുള്ള ശരിയായ അഭിപ്രായം. എന്നാൽ ഒരാൾ മനഃപൂർവ്വം ഒഴിവാക്കി. ഇപ്പോൾ ഒരാൾക്കറിയാം 12:43 ജമാഅത്ത് എന്ന് അറിയാം, മൂപ്പരിങ്ങനെ ബാങ്ക് കൊടുത്ത് മൂപ്പര് കേട്ടിട്ടുണ്ട്, പള്ളിയിൽ പോകണമെന്നറിയാം, ഇങ്ങനെ പത്രം വായിച്ചിങ്ങനെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ മൊബൈൽ തോണ്ടിയിരുന്നു, സൊറ പറഞ്ഞു, കഥ പറഞ്ഞു, അങ്ങനെ സുന്നത്ത് നിസ്കാരമൊക്കെ ഓർമ്മയുണ്ട്, എല്ലാം ഓർമ്മയുണ്ട്. പക്ഷേ ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ട് അത് ഒഴിവാക്കി. എന്നിട്ട് മൂപ്പര് പള്ളിക്ക് എത്തി, ളുഹർ നിസ്കരിച്ചു. പിന്നെ മൂപ്പർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ആ ളുഹറിന് മുമ്പുള്ള റവാത്തിബ് വീട്ടിൽ നിസ്കരിക്കാൻ പറ്റൂല. കാരണം ഒരു ഇളവും ഇല്ലാതെയാണ് ആ റവാത്തിബ് സുന്നത്ത് എന്ത് ചെയ്തത്? നഷ്ടപ്പെടുത്തിയത്. അപ്പൊ ഇളവില്ലാതെ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല? അത് വീട്ടിൽ നിർവഹിക്കാൻ പറ്റൂല. വീട്ടിൽ നിർവഹിച്ചാൽ അത് എന്താവില്ല, ശരിയാവുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു കർമ്മം ചെയ്തു, അത് നമ്മുടെ കൽപ്പന ഇല്ലാത്തൊരു കാര്യമാണ്, ദീനിൽ നമ്മുടെ കൽപ്പന ഇല്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്യുന്നതെങ്കിൽ ഫഹുവ റദ്ദുൻ, അതെന്താണ്? തള്ളപ്പെടേണ്ടതാണ്. അപ്പൊ ഇവിടെ റവാത്തിബ് നിസ്കരിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ട്, നബിന്റെ കൽപ്പന ഉണ്ട്. പക്ഷെ ആ നബി കൽപ്പിച്ച സമയം എപ്പോഴാണ്? അതിനൊരു സമയം ഉണ്ടല്ലോ, റവാത്തിബിന് ഒരു സമയമുണ്ട്. ആ സമയത്ത് നിസ്കരിക്കാനാ പറഞ്ഞത്. ആ സമയം കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കാൻ ആരുടെ കൽപ്പന ഇല്ല? നബിയുടെ കൽപ്പനയില്ല. അതുകൊണ്ട് അങ്ങനെ ഇളവൊന്നുമില്ലാതെ മനഃപൂർവ്വം ബോധപൂർവം ഒരാൾ ഒരു റവാത്തിബ് സുന്നത്തിന്റെ സമയം നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ അതെന്ത് ചെയ്യാൻ പറ്റൂല? മടക്കി നിർവഹിക്കാൻ പറ്റുകയില്ല. എന്നാൽ ഇളവുണ്ടെങ്കിൽ അത് നിർവഹിക്കുകയും ചെയ്യാന്നുള്ളതാണ്